ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 2 ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് സാധാരണ പോലെ ചോറല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് സ്പെഷ്യലായിട്ട് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ 2-3 ദിവസമായി വാങ്ങി വെച്ചിട്ട്. ഇത് വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസം ഋഷിക്ക് സുഖമില്ലാണ്ടായി, പനിയെല്ലാമായിട്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ മാറിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നു. ഇന്നിപ്പം കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ഇതാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ആണെങ്കിലില്ലേ, എല്ലാ ദിവസവും ചോറ് കഴിച്ചിട്ട് മടുത്തേട്ടാ. എന്തെങ്കിലുമെല്ലാം വെറൈറ്റി ട്രൈ ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതാണിപ്പോൾ. അല്ലെങ്കിൽ ആഴ്ചക്ക് ഒരിക്കൽ എല്ലാ വെള്ളിയാഴ്ചയും എന്തായാലും ബിരിയാണി മസ്റ്റാണ്. ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്, അങ്ങനെ വെള്ളിയാഴ്ച മാത്രം അങ്ങനെ ഉണ്ടാക്കും. ബാക്കി എല്ലാ ദിവസവും ചോറ് ഉണ്ടാക്കും കേട്ടോ. ചോറ് അല്ലെങ്കിൽ ഇടയ്ക്ക് കഞ്ഞി ഉണ്ടാക്കും. ഋഷിക്ക് സുഖമില്ലാത്ത ആ ഒരു ടൈമിൽ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കപ്പ എടുത്തരോ ഇത് ചിലത് നല്ല മൂത്ത പോലെയും ചള്ളെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചു മൂത്തതായിരിക്കുമെന്ന് വിചാരിച്ച്. നാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ഇതിൻ്റെ തൊലി കളയുമ്പം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കിട്ടൂലേ, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു വര ഇടുമ്പോഴേക്ക്. പക്ഷേ ഇതങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് മൂത്ത് പോയോണ്ട് അടിപൊളി രസം ഉണ്ടാവില്ലേ വെച്ചാൽ എന്നെല്ലാം വിചാരിച്ച്. നല്ലോണം വെന്ത് കിട്ടാൻ ടൈം എടുക്കൂലേ, അപ്പം അങ്ങനെ വിചാരിച്ച് നോക്കുമ്പോൾ അങ്ങനെ മൂത്ത കപ്പയൊന്നല്ല കേട്ടോ, നല്ല കപ്പ തന്നെയാണ്. പക്ഷെ നാട്ടിലത്തെ പോലെ തൊലി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കിട്ടുന്നില്ല. ഫസ്റ്റത്തെയാണ് അത്ര വലിയ പ്രശ്നമുള്ളൂ. പിന്നെ ഞാൻ ബാക്കി 2 എടുത്ത് നോക്കുമ്പം അത് പെട്ടെന്ന് കിട്ടുന്ന പോലെയായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കില്ലേ ഈ ബത്താസ്, ചേമ്പ്, പിന്നെ കൂവ, ഇതെല്ലാം ഇല്ലേ, ഈ വക സാധനങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ നിന്നെല്ലാം വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ എണ്ണ പൊരിച്ച കടി ഉണ്ടാവില്ലേ, അത് ഉണ്ടാക്കലില്ല, കുറവാണ്. അതിന് പകരം ഇങ്ങനെ ഇതെല്ലാം വേവിച്ചിട്ട് കഴിക്കലാണ് കേട്ടോ. നല്ല രസമാണ് വൈകുന്നേരം ഇങ്ങനെ ചായയെല്ലാം കുടിച്ച് കഴിക്കാൻ. നാട്ടിൽ നിന്ന് പിന്നെ പുറത്ത് പോയാൽ എന്തായാലും സാധനം മേടിക്കാൻ പുറത്ത് പോയാൽ ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരും. ഞാൻ ഉമ്മാനോട് വാങ്ങാൻ പറയും. അങ്ങനെ അതൊക്കെ. പിന്നെ ഇവിടെയും കിട്ടും കേട്ടോ. പക്ഷേ വൈകുന്നേരം ആക്കിയിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോകും. പിന്നെ ഋഷി ഉച്ചയ്ക്ക് വരിക, വൈകുന്നേരം ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പാടും പിന്നെയും പോകും, പിന്നെ രാത്രിയൊക്കെ വരിക. അപ്പോൾ കടി അങ്ങനെ സ്നാക്സ് ഒന്നും ആക്കിയിട്ട് കാര്യമില്ല, എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ആക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനിയിപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കലാണ്. ഇതിപ്പോൾ 2 വിധത്തിൽ ഉണ്ടാക്കാം. ഒന്ന് വേവിച്ചിട്ട് കടുക് കാച്ചിയിട്ട് അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ കപ്പ ഇറച്ചിയിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ചിലയിടത്ത് കപ്പ ബിരിയാണി അങ്ങനെ പറയും. രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെ ഓർത്തെ ഇത് ഇറച്ചിയിട്ട് വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷെ ഞാൻ ഇന്ന് കടുവിട്ട് കാച്ചിയിട്ട് ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അതും മീൻ മുളകിട്ടുണ്ടാവില്ലേ, മത്തിക്കറി, അതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയിട്ട് ഞാനിങ്ങനെ ഒരു ചെമ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളവും വെച്ച് അതിലേക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടു, പക്ഷെ ഞാനിടുമ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടാ, എൻ്റെ അടുത്ത് നിന്ന് നല്ലോണം ആയിപ്പോയി. ഇതാണെങ്കിൽ നല്ല കളറുള്ള മഞ്ഞൾപ്പൊടിയാണ്, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. അന്നേരം ഉമ്മ പറഞ്ഞിനി ഒരു നുള്ളിട്ടാൽ മതി, നല്ല കളറുണ്ടാവുമെന്ന്.
അങ്ങനെ കുഴപ്പമില്ല. ഞാനൊരു 20-25 മിനിറ്റോളം കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടേനു. ആ ഒരു ടൈമിൽ തന്നെ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ടേനു കേട്ടോ. മൂത്ത കപ്പയാണെങ്കിൽ പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ ഇതാ ഞാൻ ഇട്ട മഞ്ഞൾപ്പൊടി കൂടിപ്പോയിട്ടുണ്ട്, നല്ല കളറുണ്ട്. അങ്ങനെ ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാൻ. അങ്ങനെ ഇനി ഇതിപ്പോൾ ചൂടാറാൻ വേണ്ടി വെക്കലാണ്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ മത്തിക്കറി റെഡിയാക്കണം. അത് ഞാൻ തലേന്ന് രാത്രിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ രാത്രിക്ക് ഇനി വേറെ ഏതെങ്കിലും കറി ഉണ്ടാക്കിയാൽ അത് രാവിലത്തേക്ക് ബാക്കിയായിരിക്കും. അപ്പോൾ ഞാൻ തലേ ദിവസം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, എന്തായാലും നാളെ ഉച്ചക്ക് കപ്പ ഉണ്ടാക്കാം, അപ്പോൾ ഏതായാലും മീൻ കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ ഉച്ചക്കും ഉപയോഗിക്കാമല്ലോ, നാളത്തേക്ക് പിറ്റേ ദിവസത്തേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉലുവ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും പിന്നെ പച്ചമുളകും. ഇതെല്ലാം ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴേക്കന്നെ 2 പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. 2 പീസല്ല, സോറി, 2 മുഴുവൻ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. ഞാൻ ഫസ്റ്റ് കറിവേപ്പില ഇടാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു, അത് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കളറേ ഉള്ളൂ കേട്ടോ, എൻ്റെ മുളക് പൊടി എരിവില്ല, നല്ല കളറുണ്ടാവും. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ പൊടിപ്പിച്ച് തന്നു വിട്ടതാണ്. അപ്പോൾ പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടിച്ചു വെക്കാം, ആ ഒരു മുളക് പൊടിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ. പിന്നെ ഇതിലേക്ക് പുളി ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ നല്ലപോലെ വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് തിക്നെസ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ അളവൊന്നും അറിയില്ല കേട്ടോ, ഞാൻ ഈ ബോട്ടിൽ ഒഴിക്കുന്നതുകൊണ്ട്. അങ്ങനെ നല്ലപോലെ റെഡിയായി വരുമ്പോൾ ഞാൻ ഇതിൽ മീൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. എടുത്തിട്ടുണ്ടേനു, പക്ഷെ ഫോൺ ചൂടായതുകൊണ്ടായിട്ടും അത് ക്യാമറ ഓഫായിട്ടുണ്ടേനു. അങ്ങനെ ഞാൻ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം മീൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെക്കുക. എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് അറിയില്ല, ഇങ്ങനെയല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ രാത്രിക്ക് ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിന്. മീൻ മുളകിട്ടതും ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. കറി തലേദിവസമേ റെഡി ആയതുകൊണ്ട് ഇന്ന് വലിയ പണിയുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് കറിയും കൂടി ഉണ്ടാക്കുമ്പോൾ അതൊരു മെനക്കേട് തന്നെയായിരുന്നു കേട്ടോ. അതുമല്ലാണ്ട് തലേദിവസത്തെ മീൻ കറി പിറ്റേന്ന് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ ഇനിയിപ്പോൾ കപ്പയിലേക്ക് കടുക് കാച്ചി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ച് പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കപ്പ റെഡി ആയിട്ടുണ്ട്, നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി കൂടിപ്പോയി എന്ന് വിചാരിച്ചത്, പക്ഷേ ചെമ്പ് ഇനി എങ്ങനെയാണ് ഞാൻ ക്ലീൻ ആക്കുക എനിക്കറിയില്ല. എന്നാലും കളറ് വലിയ കൂടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ, വിചാരിച്ച പോലെ. പിന്നെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കലുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ഇടുക. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടാക്കാൻ ബാക്കിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ മീൻ കറിയെല്ലാം കൂട്ടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതിൻ്റെ ഒരു ചട്നി ഉണ്ട്. അപ്പോൾ അതും കൂട്ടി കഴിക്കലാന്ന് കേട്ടോ. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്,
പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഒന്ന് 2 തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ലോണം അരിയണ്ട കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഈ ഒരു പരുവാകുന്ന വരെയാണ് അടിച്ചെടുക്കേണ്ടത്. ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഈസിയാണ്. പിന്നെ പച്ചമുളകിനേക്കാളും ഏറ്റവും നല്ലത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ. കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, കപ്പൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ അതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ, ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം കഴിക്കാൻ തോന്നലുണ്ടെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വെക്കും. പഫ്കിയില്ലേ, എനിക്ക് പഫ്കി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഖത്തർ പഫ്കിയാണ് ടേസ്റ്റ്. ഇത് ഒമാനാണ്. പിന്നെ ഞാൻ ആദ്യമെല്ലാം വിചാരിച്ചത് അങ്ങനെ നാട്ടിലത്തതൊന്നും ഇവിടെ കിട്ടൂല. പക്ഷേ ഇല്ലേ, നാട്ടിലത്തെ സെയിം സംഭവങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുട്ടായി കേട്ടോ, നാട്ടിലെല്ലാം പണ്ടെല്ലാം കിട്ടുന്ന. ഇതിപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കിട്ടലില്ല. 1-2 കടയിലെല്ലാം പോയിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങി വെക്കും. പിന്നെ ഇന്ന് ഉച്ചക്ക് റഷി വന്ന് വേഗം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നിച്ച് കഴിക്കാൻ തന്നിട്ടില്ല. ആ ഒരു ടൈമിൽ എനിക്ക് വേണ്ടേനു കേട്ടോ, എന്തൊക്കെയോ കഴിച്ചിട്ട് ആ ടൈമിൽ ഫുഡ് വേണ്ടേനു. പിന്നെ ഉമ്മാൻ്റെ ബ്രദറും ഒന്നിച്ചുണ്ടായിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാണ്ട്. അങ്ങനെ ഇതാ ഞാൻ കഴിക്കലാന്നേട്ടാ. ഞാൻ കഴിക്കുമ്പോഴേക്ക് അതിൻ്റെ ആ മറ്റേ ചട്നിയില്ലേ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷെ അത് നല്ല ചിലവാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. എവിടെ പോകുന്നത്? ചൂട്. അങ്ങനെ ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. ഞങ്ങൾ സൺഡേ ആണ്, റഷിക്ക് ലീവുള്ള ദിവസം എവിടെയെങ്കിലും പുറത്ത് പോവുക. അപ്പോൾ ഇന്ന് കഴിഞ്ഞ സൺഡേ ഹംദ പറഞ്ഞിട്ടുണ്ടേനു ബുർജ് ഖലീഫ കാണാൻ വേണ്ടി പോകണം എന്നുള്ളത്. പക്ഷേ അന്ന് പോകാൻ പറ്റിയിട്ടില്ല. അന്ന് ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കുക ചെയ്തത്. അപ്പോൾ ഇന്ന് ഏതായാലും പോക്കാന്നേട്ടാ. ഒക്കെ ഭയങ്കര ആഗ്രഹമാണ്. വന്ന മുതൽ അവിടെ പോകണം. സൂചി എന്ന് പറയാം, സൂചി എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് അവിടെ പോകണം എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റൂമിൽ നിന്ന് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിന്, പക്ഷെ ഇറങ്ങുമ്പോഴേക്ക് കുറച്ച് ലേറ്റായി. 4:30 ആയിട്ടുണ്ടായിരുന്നു. المحطة القادمة هي ماك. The next station is Max. 3 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നാട്ടിലേക്കെല്ലാം വിളിച്ച് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മെട്രോയിലായാലും. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഈ ഒരു ഷോ, വാട്ടർ ഷോ ഇല്ലേ, അത് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റെല്ലാം ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ എവിടെയെല്ലാം ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക് മാത്രമേ ഇതുള്ളൂ എന്ന് പറയുന്നത് കേട്ടിനി. അതുകൊണ്ടെല്ലാം തോന്നുന്നു ഇന്ന് ഭയങ്കര തിരക്കേനു കേട്ടോ. അങ്ങനെ പോകുമ്പോൾ അമ്മക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് കുറേ ടൈം അങ്ങനെ പോയി. നല്ലൊരു ആ ഒരു ഈവനിങ് ലൈറ്റിൻ്റെ ആ ഒരു ഇതിൽ കുറേ ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കണം എന്നെല്ലാം വിചാരിച്ചാൽ അത് ബുർജ് ഖലീഫ എവിടെ?
കറക്റ്റ് ഞങ്ങൾ അവിടെ എത്തുന്ന ടൈമിൽ തന്നെ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും ഒരു ഷോ കൂടി കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെട്രോയിൽ ഇവിടേക്ക് വരുമ്പോൾ ഒരുപാട് നടക്കാനുണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നടന്ന് തളർന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് ടയേർഡായിട്ടുണ്ടാവും. എനിക്കിങ്ങോട്ട് വരേണ്ട വലിയ മൂഡേ ഉണ്ടായിട്ടില്ല. ഹംദക്ക് വേണ്ടിയിട്ട് മാത്രം വന്നത്. കാര്യം കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ എത്രമാത്രം നടക്കാനുണ്ട് എന്നെല്ലാം ഞാൻ കണ്ടയാണല്ലോ. അപ്പം അത് വിചാരിച്ചിട്ട് ശരിക്കും ഇതിൻ്റെ ഒരു വ്യൂ ഉള്ളത് ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോയില്ലേ ആ ഒരു സൈഡാണ് കേട്ടോ. പക്ഷെ അവിടെ നല്ല ക്രൗഡായതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചും കൂടി മാറി നിന്നിട്ടുള്ളത്. ഇതിൻ്റെ സൗണ്ടും ഈ ഒരു ഒരു നല്ലൊരു വ്യൂ ഉള്ള ആ ഒരു സൈഡാണ് ഉണ്ടാകുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ദുബായ് മാളിൻ്റെ അകത്തേക്ക് കയറിയിട്ടിട്ട് അക്വേറിയം ഒന്നും കണ്ടിട്ടില്ല. അപ്പം അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടില്ലേ ഇവർക്ക് രണ്ടുപേർക്കും തിരിച്ച് വരാനേ തോന്നില്ല, അവിടെ നിന്ന് മാറാൻ തോന്നില്ല. അതൊക്കെ ഇങ്ങനെ അത് നോക്കി നിൽക്കാൻ ഇങ്ങനെ കുറേ നേരം വിളിച്ചിട്ടൊന്നും ഇവർ വരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് നല്ലപോലെ കാലുവേദന എടുക്കാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ കുറേ പറഞ്ഞ് ഒരുവിധം വിളിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഫുഡ് കഴിക്കാണ്ട് ഒരടി നീങ്ങാൻ പറ്റൂല. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിൽ പോയി. കുറേ നോക്കി, അവിടെയും നല്ല തിരക്കേനു, സീറ്റ് കിട്ടുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങൾ പുറത്ത് നോക്കുമ്പം അവിടെ കുറേ സീറ്റ് ഒഴിവുണ്ട്, അങ്ങനെ ആരും ഇല്ല. പിന്നെ ഈ ഒരു ബുർജ് ഖലീഫിൻ്റെ ആ ഒരു വ്യൂവും കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ അടിപൊളിയേനു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്ന് പിന്നെ ഞാൻ നാട്ടിലുള്ള ടൈമിൽ ഞാനൊരു വ്ലോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പല കാരണം കൊണ്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല.
എന്താ പറയുക, ഏകദേശം അതൊരു 2-2.5 മാസത്തോളം 3 മാസത്തോളം ആയിട്ടായി ആ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങളൊന്ന് കമൻ്റ് ഇട്. ഞാൻ അടുത്തത് ആ ഒരു ബ്ലോഗായിട്ട് ഇടാം കേട്ടോ. നെക്സ്റ്റ് ഇൻഷാ അള്ളാ പല കാരണം കൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയിട്ടില്ല, ഡിലേ ആയിപ്പോയി, പിന്നെ അതങ്ങനെ വിട്ടുപോയി. ഇനി അടുത്ത വ്ളോഗ് അതായിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ ഇൻഷാ അള്ളാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ബാക്കിയേനു കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇനി വന്ന പോലെ തന്നെ തിരിച്ച് നടക്കാനുണ്ട്. എന്നിട്ട് മെട്രോന് വേണം പോവാൻ. അങ്ങനെ ഇവിടുന്ന് മെട്രോന് പോയിട്ട് കുറച്ച് നടക്കാനുണ്ട് റൂമിലേക്ക്. അപ്പോൾ നടക്കാൻ ഇനി റിസ്ക് എടുക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ബസ്സിന് പോയാൽ നേരെ ഞങ്ങളെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ തൊട്ട് താഴെ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പം അവിടെ നിർത്തും. അങ്ങനെ അവിടെ ഇറങ്ങാന്നുള്ള രീതിയിൽ ഞങ്ങൾ മെട്രോ ഇറങ്ങിയിട്ട് ബസ്സിനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു.